വികസനം പൊക്കിപ്പിടിച്ച് നിലവിലെ സർക്കാരിനെ വലിച്ചു താഴെയിടാൻ നോക്കിയ പി പ്രസാദിന് കണക്കിന് കിട്ടി. പി പ്രസാദിന്റെ റോഡ് വികസന അവകാശവാദങ്ങളെ അലക്കിയൊടുക്കുന്ന കടുത്ത നയതന്ത്ര പ്രഹരത്തിനാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ തുടക്കമിട്ടത്. കഴിഞ്ഞ ഭരണകാലത്തിലെ റോഡുകളുടെ തകർച്ചയെക്കുറിച്ചും പ്രഖ്യാപനത്തിലെ പൊള്ളത്തരങ്ങളെയും കുറിച്ചും വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ബഷീറിന്റെ ആ മാസ് മറുപടി. വെറും ഒരു രാഷ്ട്രീയ വാഗ്വാദത്തിനപ്പുറം വസ്തുതകൾ നിരത്തി മുൻ ഭരണപക്ഷത്തിന്റെ മുഖംമൂടി അഴിച്ചു കാട്ടാൻ തന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. മുൻപ് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന പി പ്രസാദ് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റോഡുകളെ കുറിച്ച് വാചാലനാകുന്നതിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു ബഷീറിന്റെ കടന്നാക്രമണം. സാധാരണക്കാരന്റെ ഭാഷയിൽ ചിരി പടർത്തുന്ന തഗ് ഡയലോഗുകളിലൂടെ ഗൗരവമേറിയ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന തന്റെ പ്രാകൃത ശൈലി ബഷീർ ഈ ഒരു പ്രസംഗത്തിലും ആവർത്തിച്ചു. എന്തായാലും പ്രസാദ് ഒരുക്കിയ കെണിയിൽ വീഴാതെ അദ്ദേഹത്തെ തന്നെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞത് UDF മുന്നണിക്ക് വലിയ രാഷ്ട്രീയ ആയുധമായിട്ട് മാറാൻ കഴിഞ്ഞു. സഭയിലെ മുതിർന്ന നേതാക്കളെ പോലും സാക്ഷി നിർത്തി തന്റെ വകുപ്പ് നടപ്പിലാക്കാൻ പോകുന്ന വൻ വികസന പദ്ധതികൾ അക്കമിട്ട് നിരത്തിയാണ് ബഷീർ സംസാരിച്ചത്. വെറും ഒരു വാക്കുകളല്ല, മറിച്ച് പ്രായോഗികമായിട്ടുള്ള വികസനമാണ് ഈ പുതിയ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. നിയമസഭയിൽ മുൻ മന്ത്രി പി പ്രസാദിനെ പൂർണ്ണമായിട്ട് നിഷ്പ്രഭമാക്കിയ പി കെ ബഷീറിന്റെ പ്രസംഗത്തിലെ 6 സുപ്രധാന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് തന്റെ ഭരണകാലത്ത് കർഷകർക്ക് കൊടുക്കാനുള്ള കോടിക്കണക്കിന് രൂപയുടെ നെല്ല് സംഭരണ കുടിശ്ശിക തീർക്കാൻ കഴിയാത്ത പി പ്രസാദ് ഇപ്പോൾ റോഡുകളുടെ കാര്യത്തിൽ വലിയ ഉപദേശങ്ങളുമായിട്ട് വരുന്നത് കടുത്ത ഇരട്ടത്താപ്പാണ് എന്നാണ് ബഷീർ പരിഹസിച്ചത്. കർഷകന്റെ വയറ്റത്തടിച്ചവർ ഇപ്പോൾ നാടിന്റെ വികസനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കാൻ നല്ല സുഖമുണ്ട് എന്ന് ബഷീർ ഏർനാടൻ ശൈലിയിൽ തുറന്നടിച്ചപ്പോൾ പ്രതിപക്ഷ നിലയിൽ വലിയ കയ്യടിയും ഭരണപക്ഷത്ത് കനത്ത നിശബ്ദതയുമാണ് ഉണ്ടായത്. പ്രസാദിന്റെ ആക്ഷേപങ്ങൾക്ക് മറുപടിയായിട്ട് ഈ പുതിയ സർക്കാരിന്റെ കീഴിൽ കേരളത്തിലെ റോഡുകൾ വലിയ രീതിയിൽ ആധുനികവൽക്കരിക്കാൻ പോവുകയാണെന്ന് പൊതുമരാമത്ത് മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. കേരളത്തിലെ റോഡുകളെ ഗൾഫ് മോഡലിലേക്ക് ഉയർത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെറുതെ പ്രഖ്യാപനങ്ങൾ നടത്തുകയല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തിക്കൊണ്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വികസനമാണ് പൊതുമരാമത്ത് വകുപ്പ് വിഭാവനം ചെയ്യുന്നത് എന്ന് അദ്ദേഹം സഭയെ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ LDF സർക്കാരിന്റെ പരാജയം കാരണം റോഡ് നിർമ്മാണ മേഖലയിലെ പൂർണ്ണമായും സ്തംഭിച്ചിരുന്ന അവസ്ഥയിലാണ് താൻ ഈ ചുമതല ഏറ്റത് എന്ന് ബഷീർ സഭയിൽ തുറന്നടിച്ചു. കരാറുകാർക്ക് പണം നൽകാതെയും പദ്ധതികൾക്ക് അനുമതി വൈകിപ്പിച്ചും പൊതുമരാമത്ത് വകുപ്പിനെ തകർത്തത് മുൻ ഭരണകൂടമാണെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ആ ഒരു കെടുകാര്യസ്ഥതയുടെ ഭാരം പുതിയ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട എന്ന് പി പ്രസാദിന് അദ്ദേഹം കൃത്യമായിട്ടുള്ള താക്കീത് നൽകി. തന്റെ പിതാവായിട്ടുള്ള മുൻ നിയമസഭാംഗം പി സീതി ഹാജിയുടെ പാരമ്പര്യം ഉൾക്കൊണ്ട് ഗൗരവമേറിയ രാഷ്ട്രീയ വിചാരണയെ പോലും നർമ്മത്തിൽ ചാലിച്ചാണ് ബഷീർ ഇത് അവതരിപ്പിച്ചത്. പ്രസാദ് സംസാരിക്കാൻ അതിലും മിടുക്കനാണ്. മുൻപ് റേഡിയോയിൽ പ്രസംഗിക്കുന്നത് പോലെയാണ് സഭയിലും സംസാരിക്കുന്നത്. പക്ഷേ കാര്യം വരുമ്പോൾ കൈ ഒന്നുമില്ലായിരുന്നു എന്ന ബഷീറിന്റെ പ്രയോഗം സഭയിൽ വലിയ ചിരി പടർത്തി. ഏർനാട് മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായിട്ട് 4ാം തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം. ജനങ്ങൾ തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങളായിരിക്കും തന്റെ വകുപ്പിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ മറുപടി പ്രസംഗത്തിലൂടെ പ്രതിപക്ഷത്തിന്റെ നാവടയ്ക്കാൻ മാത്രമല്ല ഭരണപക്ഷത്തിന്റെ വികസന അജണ്ട കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും ബഷീറിന് സാധിച്ചു. വെറും ഒരു രാഷ്ട്രീയ കടന്നാക്രമണത്തിനപ്പുറം തടസ്സപ്പെട്ടു കിടക്കുന്ന മലയോര തീരദേശ ഹൈവേ പദ്ധതികൾ വേഗത്തിലാക്കാനുള്ള കൃത്യമായിട്ടുള്ള റോഡ് മാപ്പും അദ്ദേഹം മുന്നോട്ട് വെച്ചു. വരും നാളുകളിൽ കേരളത്തിലെ പൊതുമരാമത്ത് മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്തു. എന്തായാലും പി പ്രസാദിനെ വാ പൂട്ടുന്ന രീതിയിലായിരുന്നു അദ്ദേഹം കടന്നാക്രമിച്ചത്. ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിയാണ് നിയമസഭയിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. അത് നമുക്ക് ഒന്ന് കാണാം. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിൽ നമ്മുടെ റോഡ് വികസനത്തിന് അതീവമായ പ്രാധാന്യമുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സംസ്ഥാനത്തിൻ്റെ വികസന കാഴ്ചപ്പാടിൻ്റെ കേന്ദ്രബിന്ദുവായി നമ്മുടെ റോഡ് അടിസ്ഥാന സൗകര്യ വികസനം ഉയർത്തിപ്പിടിക്കപ്പെട്ടത്. ഈ ഗവൺമെൻറ്റും റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ ആ ഗൗരവത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഡുകൾ വെറും കോൺക്രീറ്റും ടാറും കൊണ്ടുള്ള നിർമ്മിതികളല്ല. അവ ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക ഉയർച്ചയുടെയും സാമൂഹിക പുരോഗതിയുടെയും വികസന നിലവാരത്തിൻ്റെയും പ്രതിഫലനമാണ്. സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളടക്കം 100 കണക്കിന് റോഡുകളുടെ വികസന പദ്ധതികൾ പാതി വഴിയിൽ നിലച്ചിരിക്കുന്ന സ്ഥിതി അതീവ ഗുരുതരമാണ്. വികസനത്തിൻ്റെ പേരിൽ ആരംഭിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്തത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുകയാണ്. റോഡുകൾ പൊളിച്ചിട്ടിട്ട് നിർമ്മാണം പൂർത്തിയാക്കാതെ മാസങ്ങളോളമായി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഇതിന്റെ ഫലമായി വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും രോഗികൾക്കും
സാധാരണ ജനങ്ങൾക്ക് യാത്ര ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ്. പൊടിശല്യം, ഗതാഗതക്കുരുക്ക്, അപകടങ്ങൾ, മഴക്കാലത്തെ ചെളിക്കുണ്ടുകൾ, വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയുടെ ചെലവ് വർദ്ധിക്കൽ തുടങ്ങിയവയെല്ലാം ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതിൻ്റെ പ്രധാന കാരണമായി ടാറിൻ്റെ ലഭ്യതക്കുറവും നിർമ്മാണ സാമഗ്രിയുടെ വിലക്കയറ്റവുമൊക്കെ കരാറുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബിറ്റുമിൻ അഥവാ ടാർ ആവശ്യത്തിൽ ലഭിക്കുന്നില്ലെന്നും ലഭിക്കുന്നതിനകത്ത് തന്നെ മുൻപ് ടെൻഡർ എടുത്ത സമയത്തെ അപേക്ഷിച്ച് വില ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും കരാറുകാർ പറയുന്നു. പഴയ നിരക്കുകളിൽ ഏറ്റെടുത്ത പ്രവർത്തികൾ നിലവിലെ സാഹചര്യത്തിൽ പൂർത്തിയാക്കുന്നത് സാമ്പത്തികമായി പ്രയാസമാകുമെന്നാണ് കരാറുകാർ വാദിക്കുന്നത്. നികുതിപ്പണം ചെലവഴിച്ച് ആരംഭിച്ച പദ്ധതികൾ അനിശ്ചിതത്വത്തിൽ തുടരുന്നത് പൊതുധനത്തിന്റെ ഫലപ്രദമായ വിനിയോഗത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും നമ്മുടെ വകുപ്പുകളുടെയും ഉത്തരവാദിത്തമാണ്. സംസ്ഥാനത്തിന്റെ വികസനത്തിന് മികച്ച റോഡ് ശൃംഖല അനിവാര്യമായതിനാൽ നിലച്ചുപോയ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും നിലവിലെ സ്ഥിതി ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കുകയും അത് അടിയന്തരമായി പൂർത്തിയാക്കുകയും വേണം. സാമ്പത്തികമായും ആയില്ല ഭരണപരവുമായ തടസ്സങ്ങൾ അടിയന്തരമായി പരിഹരിച്ച് പ്രവർത്തികൾ പുനരാരംഭിക്കാനും നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തീകരിക്കാനുമുള്ള അടിയന്തര ഇടപെടലുകൾ ഉണ്ടാവണം. ആഗോള സംഘർഷങ്ങളും യുദ്ധസാഹചര്യങ്ങളും മൂലം ക്രൂഡ് ഓയിൽ വിലയിലും ബിറ്റുമിൻ വിലയിലും വർധന ഉണ്ടാവുന്ന വാദം ഉയരുന്നുണ്ട്. അത് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ മാറി നിൽക്കാതെ ഇത്തരം അസാധാരണ സാഹചര്യങ്ങളിൽ ഇടപെടുകയും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം തടസ്സപ്പെടാതെ ഉറപ്പാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കണം. സർ, ബിറ്റുമിൻ ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരുമായോ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായോ ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അത്തരം കാര്യങ്ങൾ അനിവാര്യമായിരുന്നു. ബിറ്റുമിൻ ലഭ്യത ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ, പൊതുമേഖലാ എണ്ണ കമ്പനികൾ എന്നിവയായി പ്രത്യേകമായി ഏകോപനം നടത്തുകയും ഇവയുടെ വിലവർദ്ധനവ് കണക്കിലെടുത്ത് കരാറുകളുടെ നിരക്കുകൾ യാഥാർത്ഥ്യബോധത്തോടെ പുനഃപരിശോധിക്കുകയും വേണം. പാതി വഴിയിൽ നിലച്ചിരിക്കുന്ന പ്രവർത്തികൾക്കായി പ്രത്യേകമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. സംസ്ഥാനത്തെ റോഡ് വികസന പദ്ധതികൾക്ക് ആവശ്യമായ ബിറ്റുമിൻ ലഭ്യത ഉറപ്പാക്കുന്നതിനും വസ്തുക്കളുടെ വിലവർദ്ധന അടിസ്ഥാനമാക്കി യുക്തിസഹമായ നിരക്ക് പുനഃപരിശോധിക്കുന്നതിനും അടിയന്തരമായി ഇടപെടണം. യുദ്ധം നടക്കുന്ന ഭരണകൂടങ്ങളിൽ പോലും അവരുടെ അടിസ്ഥാന സൗകര്യ വികസനം സംരക്ഷിക്കാൻ പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ യുദ്ധത്തെ കാരണമായി പറഞ്ഞ് റോഡ് നിർമ്മാണം അനിശ്ചിതമായി നീട്ടുപോകുന്നത് ശരിയല്ല. ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന തരത്തിലേക്ക് പലയിടങ്ങളിലും ഈ പ്രശ്നം മാറുന്നു. സർ, റോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വികസനത്തിന്റെ സൂചിക മാത്രമല്ല, ജനങ്ങളുടെ അവകാശം കൂടിയാണ്. അതിനാൽ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട എല്ലാ റോഡുകളുടെയും ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ സർക്കാർ പുറത്തുവിടണം. ഏതെല്ലാം പ്രവർത്തികൾ എത്ര ശതമാനം പൂർത്തിയായി, എത്ര തുക അനുവദിച്ചു, എത്ര കുടിശ്ശിക, എപ്പോഴാണ് നിർമ്മാണം പുനരാരംഭിക്കുന്നത്, പൂർത്തിയാക്കുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവണം. ഓരോ ദിവസവും നിർമ്മാണം വൈകുന്നത് പൊതുധന നഷ്ടത്തിനും ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നതിനും മാത്രമാണ് വഴിവെക്കുന്നത്. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. യുദ്ധം ഇറാനിലും ഇസ്രായേലിലും നടക്കുകയാണ്. കുഴി കോട്ടയത്തും ചേർത്തലയിലും കാസർഗോട്ടും രൂപപ്പെട്ട തരത്തിലേക്കാണ് അതിന്റെ ഫലമായി വന്നു വന്നത്. സാർ, നമുക്ക് നമ്മുടെ സർക്കാരിന് യുദ്ധം തടയാൻ പറ്റുകയില്ല. പക്ഷേ എന്നാൽ യുദ്ധത്തിന്റെ ആഘാതം കേരള ജനങ്ങൾക്ക് പടരാതിരിക്കാൻ സർക്കാരിന് ഇടപെടാൻ കഴിയും. അതുകൊണ്ട് സംസ്ഥാനത്ത് പാതി വഴിയിൽ നിലച്ചിരിക്കുന്ന PWD റോഡ് ഉൾപ്പെടെയുള്ള എല്ലാ റോഡ് വികസന പദ്ധതികളും അടിയന്തരമായി പുനരാരംഭിക്കുന്നതിനും നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനുമായി അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും അംഗവുമായ പി പ്രസാദ് MLA ഇവിടെ അവതരിപ്പിച്ച കോളിംഗ് അറ്റൻഷൻ കണ്ടാ വിചാരിച്ചു കേരളത്തിൽ എല്ലായിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചത് നമ്മളിപ്പോൾ 1 മാസം 3 ദിവസമായിട്ടുള്ളൂ. അതുകൊണ്ടാണെന്ന് വിചാരിക്കും. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഗവൺമെന്റ് തുടർച്ച അന്നൊക്കെ ഈ എല്ലാ ജില്ലന്റെ ലിസ്റ്റും ഒക്കെ വാങ്ങി വെച്ചുകൊണ്ട് നമുക്കത് പരിശോധിച്ചാൽ പോരായിരുന്നോ? ഇതിപ്പം വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും സ്തംഭിച്ചിട്ടില്ല. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കേരളത്തിലെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. മഴക്കാലായ താറുപണി നടക്കുമോ? അഥവാ പാച്ച് വർക്ക് നടക്കുകയാണെങ്കിൽ തന്നെ സമ്മതിക്കുമോ നാട്ടുകാർ? അഥവാ ഈ താറ് ചെയ്തു 3-ാം ദിവസം മഴ പെയ്താൽ അതോട് ഒലിച്ചു പോയാൽ പിന്നെ മീഡിയാസും പത്രങ്ങളും ജനപ്രതിനിധികളും അതിൽ അഴിമതി എന്നിട്ട് പറയില്ലേ? അപ്പൊ മുൻകാലങ്ങളിലൊക്കെ അപ്പുറത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാന്യ റിയാസ് ഉണ്ടായിരുന്ന കാലത്ത് എന്താ പറയുക, മൺസൂൺ കഴിഞ്ഞതിന് ശേഷം ഒക്ടോബർ മാസത്തിൽ മാത്രമേ റീടാറിങ്ങിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ പാടുള്ളൂ എന്നാണ് PWDക്ക് കൊടുത്ത നിർദ്ദേശം. ഇവിടെ ഉണ്ടായത് ഇവിടെ ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ. ഫെബ്രുവരി 28-ാം തീയതി ഇറാൻ യുദ്ധം ഉണ്ടായി. മെയ് 15 വരെ നിങ്ങളായിരുന്നു ഇവിടെ ഗവൺമെന്റ്. അന്നത്തെ ഈ വാരിയേഷനും വിലവർദ്ധനവും ഒന്നും ആഗോള പ്രതിഭാസമൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു സ്തംഭനാവസ്ഥയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ റോഡുകൾ നന്നാകണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കണം. അതിനൊന്നും ഗവൺമെന്റിന് യാതൊരു ഗവൺമെന്റ് അതിലൊരു അലംഭാവം കാണിക്കില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള
ഉപ്പ ഉണ്ടായിട്ടുള്ള പ്രയാസം എന്ന് പറഞ്ഞ് ബിറ്റുമന പിന്നെ കരാറ് ഒരു എഗ്രിമെന്റ് വെച്ചാൽ ബഹുമാനപ്പെട്ട അങ്ങ് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ, ഒരു എഗ്രിമെന്റ് വെച്ചാൽ ആ എഗ്രിമെന്റിലെ റേറ്റ് പ്രകാരം ആണ് ആ വർക്ക് നടക്കേണ്ടത്. രണ്ടാമത് അതിന് വേരിയേഷൻ നടത്തണമെങ്കിൽ അത് ഓരോ സമയത്ത് വില കൂടുന്നതിനനുസരിച്ച് കണ്ട് എല്ലാ കോൺട്രാക്ടർക്ക് എല്ലാത്തിനും വില കൂട്ടാൻ പറ്റുമോ? കോൺട്രാക്ട് ഒരു കൊല്ലത്തിലുള്ള കോൺട്രാക്റ്റാ. ആ ഒരു കൊല്ലത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കോൺട്രാക്ട് അതിനെപ്പറ്റി ഗൃഹപാഠം നടത്തിയിട്ടാണ് ടെൻഡർ കൂട്ട് ചെയ്യുന്നത്. പിന്നെ അസാധാരണമായ സാഹചര്യം വരുമ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് 2021 ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പൊ ഈ ബിറ്റുമന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. 55,000 രൂപ ബിറ്റുമന് കഴിഞ്ഞ മാസം 1,04,000 രൂപയായിരുന്നു. ഇപ്പൊ എന്തായി? ഇന്നത്തെ റേറ്റ് ഇന്നലെ ഞാൻ സഭയിൽ പറഞ്ഞു 88,000 രൂപയായി. അപ്പൊ അതിന്റെ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പൊ എല്ലാ അംഗങ്ങളും എല്ലാവരും ഈ പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഫയൽ കൊടുത്തിട്ടുണ്ട്, ധനകാര്യ വകുപ്പിന് ഫയലുണ്ട്. അപ്പം അതിന് ഒരു വിഷയം എന്താ വെച്ചാൽ പൊതുമരാമത്ത് വകുപ്പിന് മാത്രമല്ല ബിറ്റുമന്റെ ആ വേരിയേഷൻ കിട്ടേണ്ടത്, പഞ്ചായത്തുകളും ജലസേചന വകുപ്പും അവർക്ക് കൂടി ആകണം. അതുകൊണ്ട് ആ ഫയൽ പോയിട്ടുണ്ട്. അടുത്ത മന്ത്രിസഭത്തിന് അതിന് പരിഹാരം ഉണ്ടാവും. അങ്ങനെ ബഹുമാനപ്പെട്ട മന്ത്രി പറയരുത് ഞാൻ വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ, ഒന്നും നിന്നിട്ടില്ല, ഒക്കെ വളരെ ഉഷാറായിട്ട് നടക്കുകയാണ്. ചോദ്യം ഞാൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്തോ കുറ്റപ്പെടുത്തി എന്നുള്ള ഒരു ധാരണയിലാണ് അദ്ദേഹം തയ്യാറായി വരികയും സംസാരിക്കുകയും ചെയ്തത്. ഞാൻ ആ സംസാരത്തിനകത്ത് അങ്ങനെ അല്ല അദ്ദേഹത്തിന് ഒന്ന് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് തന്നെ കാര്യം വന്നു. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. യുദ്ധത്തിന്റെ പേരിൽ ബിറ്റുമിൻ ലഭ്യമല്ല അല്ലെങ്കിൽ വില കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടാണ് പലയിടങ്ങളിലും ഈ പരിപാടി ഇപ്പോഴാണ് നിലച്ച മട്ടായിരിക്കുന്നത്. ഇത് ഒരിടത്തല്ല, എല്ലായിടത്തെയും പ്രശ്നമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു എല്ലാവരും ഈ കാര്യം ഉന്നയിക്കുന്നുണ്ടെന്ന്. ഇതിന് നമുക്ക് സെൻട്രൽ PWD മറ്റും ചെയ്തതുപോലെ ഒരു പ്രത്യേകമായ പാക്കേജ് പ്രഖ്യാപിക്കാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞ കോവിഡിന്റെ കാലം പറഞ്ഞതുപോലെ ഒരു ഇടപെടൽ നടത്താൻ പറ്റുമോ? മൺസൂണൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, മഴക്കാലം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഒരിടപെടൽ ഗവൺമെന്റ് നടത്തുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് തീവ്രഗതിയിലാക്കി സഹായിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മന്ത്രി. ഞാൻ പറഞ്ഞല്ലോ, നമ്മളത് അടുത്ത ഈ മാസം ക്യാബിനറ്റിൽ അത് വരും. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പരിഗണനയിലാണ് ആ വിഷയം. അതിനനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പം യുദ്ധം ഉണ്ടായി, വിമാനത്തിന്റെ ടിക്കറ്റ് 55,000 1,00,000 രൂപ ഗൾഫിൽ നിന്ന് കട്ട് കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നുണ്ടോ? ടിക്കറ്റ് റേറ്റ് വെട്ടിക്കുറക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഏതായാലും ഇവിടെ അതിന്റെ പ്രതിസന്ധിയൊക്കെ വെച്ച് നമ്മളൊരു മാന്യമായ തീരുമാനം എടുക്കും. ആർക്കും ഇലക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും.